إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم വലഅല്ലക്കും തഷ്കുറൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ കൊല്ലത്തെ റമദാൻ മാസത്തിൽ അതിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ ജീവിക്കാനുള്ള അനുവാദം തൗഫീഖ് അല്ലാഹ് നമുക്ക് തന്നിരിക്കുകയാണ്. ഇനിയും അങ്ങോട്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഈ മാസത്തെ സ്വീകരിച്ചുകൊണ്ട് മുന്നേറാനുള്ള തൗഫീഖ് അല്ലാഹ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. റമദാനെ പറ്റി സൂറത്ത് ബഖറയിൽ അല്ലാഹ് പറഞ്ഞ ഒരു വചനത്തിലൂടെ ഒരു ഓട്ടം മാത്രം ഉദ്ദേശിക്കുകയാണ് ഈ സമയത്ത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസം എന്താ അതിൻ്റെ പ്രത്യേകത? വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ഹുദൽ ലിന്നാസ്, വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് മാർഗദർശനമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, ഹുദ നിർമാർഗം, സന്മാർഗം, അത് വ്യക്തമായി വിശദീകരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ വൽ ഫുർഖാൻ, അത് സത്യവും അസത്യവും വേർതിരിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ. ഫമൻ ഷഹിദ മിൻകും അശ്ശഹർ, അതുകൊണ്ട് ഈ മാസത്തിൽ ഹാജറുള്ളവർ ഫല്യസുമു, ആ മാസത്തിൽ നോമ്പെടുക്കണം. വമൻ ഖാന മരീവൻ, ഇനി ആരെങ്കിലും രോഗിയാണെങ്കിൽ, അതുപോലെ സഫർ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ അവരെന്ത് ചെയ്യണം? ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റുള്ള ദിവസങ്ങളിൽ അത്രയും എണ്ണം എടുക്കണം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നില്ല. വലിതുക്മിലുൽ ഇദ്ദ, ആ എണ്ണം നിങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി. റമദാനിൽ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നോമ്പ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ എണ്ണം എടുത്തിട്ട് അതിൻ്റെ പുണ്യങ്ങളൊക്കെ കിട്ടണമല്ലോ. അതുകൊണ്ടാണ് മറ്റു ദിവസത്തിൽ അതെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും പരിശുദ്ധ ഖുർആനിലെ റമദാനെ പറ്റി പറഞ്ഞ ഒരു വചനാണ് ഇപ്പോൾ സൂറത്ത് ബഖറയിൽ ഞാൻ കേട്ടത്, നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചില വിഷയങ്ങളൂടെ പെട്ടെന്ന്
നോമ്പിൻ്റെ സമയമല്ല, അത് സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമാവും. എന്താണ് അതെന്ത് പറയാത്തത് എന്നൊരു തോന്നൽ വരുമല്ലോ. അപ്പോൾ ചില കാര്യങ്ങൾ വെറുതെ ഒന്ന് ഓർമ്മയാക്കണം. ഒന്ന്, രോഗി, അയാൾക്ക് എടുക്കാൻ പറ്റൂലെങ്കിൽ അയാൾ നോമ്പ് ഒഴിവാക്കാം, എന്നിട്ട് മറ്റുള്ള ദിവസത്തിൽ അതെടുത്ത് കിട്ടണം. അതുപോലെ യാത്രക്കാരന് ബുദ്ധിമുട്ടാണെങ്കിൽ നോമ്പ് ഒഴിവാക്കാം, എന്നിട്ട് വേറുള്ള ദിവസങ്ങളിൽ സൗകര്യപ്രദമായി അടുത്ത നോമ്പ് വരുന്നതിന് മുമ്പ് അത് എടുക്കുക. പിന്നെ അൽ ഹൈദ് വൻ നുഫസ, പിന്നെ ഋതുമതികളായ എന്ന് പറഞ്ഞാൽ ഹൈദുള്ള മാസമുറയുള്ള സ്ത്രീകൾ, അവരാ സമയത്ത് നോമ്പെടുക്കാൻ പാടില്ല. അതുപോലെ പ്രസവ രക്തമുള്ള സ്ത്രീകൾ, അവർ നോമ്പെടുക്കാൻ പാടില്ല. അവരെന്ത് ചെയ്യണം? അത് മറ്റു ദിവസങ്ങളിൽ എത്ര നോമ്പാണോ നഷ്ടപ്പെട്ടത് അതിൻ്റെ കണക്ക് അവരെടുത്ത് വേണം. എന്നിട്ട് അടുത്ത നോമ്പ് വരുന്നതിൻ്റെ മുമ്പ് തന്നെ അതെടുത്ത് കിട്ടാൻ വേണ്ടി ശ്രമിക്കണം. ഇതുപോലെ ഗർഭിണികൾ, അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീകൾ, അവർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് എടുക്കുക. നല്ല ബുദ്ധിമുട്ടുണ്ട് ശരീരത്തിനോ കുട്ടിക്കോ പ്രയാസം തോന്നിയോ നോമ്പ് ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? എത്ര നോമ്പാണോ നഷ്ടപ്പെട്ടത് അത്രയും പിന്നെ അവർ മറ്റു ദിവസങ്ങളിൽ നോമ്പെടുക്കണം. പിന്നെ ലാജിസ് അൽ കബീർ, പിന്നെ നോമ്പെടുക്കാൻ കഴിയാത്തവരുണ്ടാവും, വയസ്സായ പ്രായം ചെന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചില രോഗം അത് മാറുമെന്ന് പ്രതീക്ഷയില്ല. അത്തരം ആൾക്കാരോട് പിന്നെ നോമ്പെടുക്കണം എന്ന് പറയാൻ പറ്റൂല. അത്തരം ആൾക്കാരെ പറ്റി ഖുർആൻ പറഞ്ഞു, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വഅമു മിസ്കിൻ. അവരെന്ത് ചെയ്യണം? ഒരു നോമ്പിന് ഒരു പാവത്തിനുള്ള ഭക്ഷണം എന്ന നിലക്ക് നൽകണം. ഒരു നോമ്പിന് പകരം, അത് അള്ളാഹുവിൻ്റെ വലിയൊരു അളവാണ്, വലിയൊരു കാര്യമാണ് നോമ്പെടുക്കുക എന്ന് പറയുന്നത്. അതിനിപ്പം പ്രതിവിധിയായ എന്താ? അള്ളാഹ് എളുപ്പമാണ് ഉദ്ദേശിക്കേണ്ടതെന്നുള്ളതിൻ്റെ അതിന് പകരം ഒരു പാവത്തിന് ഭക്ഷണം കൊടുക്കുക. ഒരു നോമ്പിന് പകരം 30 നോമ്പാണെങ്കിൽ 30 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം. അത് എത്രയാണെന്ന് ചോദിച്ചാൽ അത് അരസ്വാഗ് എന്നാണ് ഇപ്പം അതിനെ കണക്ക്. അരസ്വാഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോൻ്റെ അടുത്തൊക്കെയാണ് വരിക. അല്ലെ 1 കിലോ കുറച്ചേറെ, അത്രയൊക്കെയാണ് ഇതിൻ്റെ കണക്ക് പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രധാന ഭക്ഷണം അരി. അപ്പോൾ ഭക്ഷണമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ പിന്നെ അരിൻ്റെ 1 കിലോ എന്ന് അത്ര വരുമല്ലോ. ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബൈക്കുള്ള വേറെ പലതും വരുമല്ലോ. അനസ് റളിയല്ലാഹു അൻഹു ചെയ്തതിങ്ങനെയായിരുന്നു. അവസാന കാലം അദ്ദേഹത്തിന് വയസ്സായപ്പോൾ നോമ്പെടുക്കാൻ പറ്റാമെന്ന് വന്നപ്പോൾ 30 നോമ്പാണെങ്കിൽ 30 പാവങ്ങളെ വിളിച്ചിട്ട് നോമ്പ് ഉറപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അത് നമ്മുടെ സൗകര്യം ചെയ്യാം. ഏതായാലും അതിൻ്റെ പൈസ എത്രയാണെന്ന് ചോദിക്കലില്ലെല്ലാവരും പൈസയല്ല കൊടുക്കേണ്ടതെന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയണം. ഭക്ഷണം ഇവിടെ ത്വഅമു മിസ്കീൻ എന്നുള്ള പറഞ്ഞത്, ഒരു പാവത്തിനുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മദ്ഹബിൽ നോക്കിയാൽ ഇമാം പിന്നെ അഹ്മദ് ബിൻ ഹംബലിൻ്റെ ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഷാഫി മദ്ഹബ്, ഇവരൊക്കെ പറയണ പൈസ കൊടുക്കാൻ പറ്റൂല എന്ന്. അബൂ ഹനീഫിൻ്റെ മദ്ഹബിൽ പൈസയും കൊടുക്കാമെന്നൊക്കെ പറയണം. ഏതായാലും സൂക്ഷ്മതക്ക് അത് ഭക്ഷണമായിട്ട് കൊടുക്കുക. പിന്നെ പൈസ വാങ്ങിയിട്ട് ചില സംഘടനകൾ ഭക്ഷണം കൊടുക്കുക അങ്ങനെ പ്രശ്നമല്ല. ഏതായാലും പാവങ്ങൾക്ക് ഭക്ഷണം നിലനിൽക്ക് ആണ് പറഞ്ഞത്. അപ്പം അതിൽ നിൽക്കുകയായിരിക്കും നല്ലത്. ഈ നോമ്പിൻ്റെ അദബുകൾ, ഇപ്പം നീയത്തിൻ്റെ വിഷയം, നിയ്യത്ത് ചൊല്ലി പറയാന്നുള്ളൊരു പരിപാടി പലരും ചെയ്യലുണ്ട്. നിസ്കാരമാണെങ്കിലും നിസ്കാരത്തിന് എന്തൊക്കെ പറയാം, അത് നീയത്ത് പറയാനാണ്. പക്ഷെ പറയലല്ല, നീയത്ത് മനസ്സിൻ്റെ ഉള്ളിലുള്ളതാണ്. പറയുമ്പോൾ അത് ബിദ്അത്താവുന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ട് പറയലല്ല നീയത്ത് മനസ്സിലുള്ളതാണ്. അതുപോലെ സുഹൂർ, അതുപോലെ ഫിത്ർ എന്ന് പറഞ്ഞാൽ അത്താഴം കഴിക്കുക. അപ്പം ഇതൊക്കെ കൂലിയാണ്. റമദാനിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെ ചിലവ് ചെയ്യണീനാണ് കൂലി. അത്താഴം കഴിച്ചാൽ പിന്നെ ഒന്നും കൂടി നമുക്ക് പകൽ കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ. പക്ഷെ അതിന് കൂലിയുണ്ട്. തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം. ഫഇന്ന ഫി സുഹൂരി ബറക, അതിലും ബർക്കത്തുണ്ട്. അപ്പോൾ റസൂല് പറഞ്ഞതായത് പിന്നെ കൂലിയും കിട്ടും. അപ്പം അവ നേരെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നത് കൂലിയുള്ള കാര്യം. ഇതുപോലെ നോമ്പ് തുറക്കൽ തിരക്ക് കൂട്ടണം, അതിനും കൂലി കിട്ടുമെന്നാണ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാൽ ഉമ്മത്തി ബിഖൈർ, എൻ്റെ ഉമ്മത്ത് ഖൈറിലായിക്കൊണ്ടിരിക്കും. മാ അജലുൽ ഫിത്ർ, അവർ നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുന്ന കാലത്തോളം. വഖറു സുഹൂർ, സുഹൂർ പിന്തിക്കുന്നിടത്തോളം. അപ്പം പിന്തിക്കുകയാണ് വേണ്ടത്.
പിന്തിച്ച് അവസാനം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കഴിക്കാനും പറ്റില്ല. ബാങ്കാണ് അതിൻ്റെ ആ ടൈം നമുക്കറിയാലോ, അതുവരെ കഴിക്കാൻ പറ്റുള്ളൂ. അതിന് കുറച്ച് മുമ്പ് ഏകദേശം ഒരു 50 ആയത്ത് തോന്നുന്ന സമയമായിരുന്നു മുമ്പുണ്ടായി. നമുക്ക് അതിനടുത്ത് ഒരു ബാത്റൂം പോലെ മറ്റൊക്കെ ഒരു തിരക്ക് പിടിച്ച അതാവരുത്, പറ്റ പിന്തിച്ചിട്ട് കൊണ്ടുപോകരുത്. എന്നാൽ മുന്തിക്കാനും അല്ല, അതിലേറ്റവും അഫ്ളൽ പിന്തിക്കൽ തന്നെയാണ്. പക്ഷെ അതിൻ്റെ അതിർത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോമ്പ് തുറക്കുമ്പോൾ നല്ലത് കാരക്കയാണ്, എല്ലാവർക്കും അറിയാം. എന്നാലും ശ്രദ്ധിക്കുകയല്ല ചിലരൊക്കെ. വെള്ളം കുടിച്ചാലും മതിയല്ലോ ഒക്കെ വിചാരിക്കും, വെള്ളം കുടിച്ചാലൊക്കെ മതി. പക്ഷെ അഫ്ളൽ കാരക്കയാണ്. അതുകൊണ്ട് അതില്ലെങ്കിൽ വെള്ളം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ നോമ്പ് തുറക്കുമ്പോഴൊക്കെയുള്ള പ്രാർത്ഥന, നോമ്പിന്റെ സമയത്തൊക്കെ പ്രാർത്ഥന, നോമ്പുകാരന്റെ പ്രാർത്ഥനക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മൾ റബ്ബിന് വേണ്ടിയാണ് ഇത് ചെയ്യണേ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, നോമ്പ് എനിക്കുള്ളത്, എനിക്ക് വേണ്ടിയാണ് എൻ്റെ അടിമ ഭക്ഷണം ഒഴിവാക്കുന്നത് മറ്റത് ഒഴിവാക്കുന്നതൊക്കെ അടിമയെ നന്നാക്കി പുകഴ്ത്തി റബ്ബ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നവർ പ്രാർത്ഥിക്കാം. നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥനയും പ്രത്യേകം വന്നിട്ടുണ്ട്. സലാസത്തുല്ല തുറന്നു ദഅവത്തുഹും, 3 കൂട്ടരുടെ പ്രാർത്ഥന മടക്കപ്പെടുകയില്ല. അതിലൊന്ന് അസ്വായിമു ഹീന യുഫ്തിറു, നോമ്പ് നോറ്റവൻ നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന. ആ നേരം സംസാരിച്ച് വർത്തമാനം പറഞ്ഞ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നതിന് പകരം നല്ലൊരു സമയമാണ്, സുവർണാവസരമാണ്. ആ നേരം നമ്മുടെ ആവശ്യം പ്രാർത്ഥിക്കുക, ഈ ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നോമ്പ് തുറക്കണിൻ്റെ തൊട്ട് മുമ്പ് നോമ്പ് തുറന്ന ഉടനെയൊക്കെ ചെയ്യാവുന്ന വിഷയങ്ങളാണ് ആ പറഞ്ഞിട്ടുള്ളത്. നോമ്പിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങളൊന്ന് വെറുതെ എണ്ണി പറയാണ്. മനഃപൂർവ്വം തിന്നുക കുടിക്കുക, നമുക്കറിയും റമദാന്റെ പകലിൽ അങ്ങനെ ചെയ്താൽ നോമ്പ് പോകും. അതുപോലെ പുകവലി നോമ്പിനെ ബാത്തിലാക്കുന്ന വിഷയമാണ്. പിന്നെ കുല്ലുമായി യഖൂം മഖാമൽ അക്കൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്നതിന് പകരമായി എന്തൊക്കെ ഡ്രിപ്പുകൾ, പോഷക ഇഞ്ചക്ഷനുകൾ അതൊക്കെ ചെയ്താൽ നോമ്പ് പോകും. അതുപോലെ ഇന്ദ്രിയ സ്ഖലനം ഉണ്ടാക്കുക, സ്വമേധയെ അങ്ങനെ ഉണ്ടാക്കിയാൽ അവൻ്റെ നോമ്പ് ബാത്തിലാകും. രക്തം നൽകൽ, നമ്മളൊരു ചെറിയ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി രക്തം എടുക്കണ മാതിരിയല്ല, വേറൊരുത്തിന് രക്തം നൽകൽ, അതൊക്കെ നോമ്പ് മുറിയുന്ന കാര്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ മനഃപൂർവ്വം ഛർദ്ദിക്കല്, അതുപോലെ നോമ്പുള്ള സമയത്ത് ഒരു വനിതക്ക്, സ്ത്രീക്ക് അവർക്ക് പിന്നെ ഹൈദ് രക്തമുണ്ടായി, മാസമുറ ഉണ്ടായി, അപ്പോൾ അവരെ നോമ്പ് ആ സമയം ബാത്തിലാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെത്ര നോമ്പാണോ പോയത് അത്ര അവരെടുക്കണം. പിന്നെ റമദാനിലെ പകലിൽ ഭാര്യ ഭർത്തൃ ബന്ധം നടന്നു കഴിഞ്ഞാൽ അത് നോമ്പ് പോകും. മാത്രമല്ല അതിന് പ്രായശ്ചിത്വം കൊടുക്കണം, അതിനൊരു അടിമനെ മോചിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. റമദാനിലെ പകലിൽ ഭാര്യ ഭർത്തൃ ബന്ധം നടത്തിയ, അപ്പൊ അടിമനെ കിട്ടില്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം എന്നാണ്. അതും ഇല്ലെങ്കിലാണ് 60 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ റമദാന്റെ പകലിനെ വളരെയേറെ ആദരിക്കണം, ഈ പറഞ്ഞ രൂപത്തിലും പല രൂപത്തിലും. വിശുദ്ധ ഖുർആനിലെ തുടക്കത്തിൽ ഓതിയ ആയത്തിന്റെ തുടക്കത്തിലേക്ക് തന്നെ ഒന്നുകൂടി വരിക. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസം, അതിൽ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണത്. ഹുദല്ലിന്ന, ജനങ്ങൾക്ക് ഹുദയായിട്ട് നേർമാർഗം, ഇത് മാത്രമേ ഹുദയുള്ളൂ പരിശുദ്ധ ഖുർആൻ. ദൈവിക ഗ്രന്ഥം എന്ന് നൽകുന്ന ഒന്നേ ഉള്ളൂ പരിശുദ്ധ ഖുർആൻ, അതിന്റെ വിവരണവും അതന്നെ ഉള്ളൂ. മറ്റുള്ളതൊക്കെ ദൈവികമാണോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അക്കോലത്തിൽ ജനങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ ബൈബിൾ മൂസ അലൈഹിസ്സലാം നൽകപ്പെട്ട തൗറാത്ത് അദ്ദേഹം മരിച്ചിട്ട് 800 കൊല്ലത്തിന് ശേഷം എഴുതിയതാണ് എന്നാ പറയുന്നത്. അദ്ദേഹം സംസാരിച്ച ഭാഷയിലല്ല പിന്നെ അത് എഴുതപ്പെട്ടത് തന്നെ. അതുകൊണ്ട് ഒരിക്കലും അതൊന്നും മാർഗദർശക ഗ്രന്ഥങ്ങളല്ല. അതൊക്കെ മനുഷ്യന്മാർ ഓരോന്ന് തോന്നിയത് കയറ്റിക്കൂട്ടിയതും അവരൊന്ന് ഒഴിവാക്കിയതൊക്കെ ഉള്ളതാണ്. അപ്പൊ ലോകർക്കിന്ന് മാർഗദർശക ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. അതറക്കപ്പെട്ട് റമദാൻ മാസത്തിലാണ്. അവ 2 കാര്യം. പിന്നെ അടുത്തിരിക്കാൻ പറ്റിയ പരമാവധി പറ്റിയാലൊക്കെ ചെയ്യട്ടോ, പുറത്തൊക്കെ നിൽക്കുന്നുണ്ട് സഹോദരങ്ങളെ. അപ്പൊ ലോകർക്ക് അള്ളാഹു നൽകിയ ഈ നിയമത്ത് വിശുദ്ധ ഖുർആൻ, അത് റമദാൻ മാസം 2 കാര്യം. ഒന്ന്, അതുകൊണ്ട് തന്നെ റമദാന് വലിയ മഹത്വം. അതുകൊണ്ട് ഇതിലെ നോമ്പ് അസ്സൗമുലി എന്ന ഹദീസൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കേട്ട, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനതിന് പ്രതിഫലം നൽകും. സാധാരണ കൂലി 1-ന് 10 ഇരട്ടി 700 ഇരട്ടി അങ്ങനെ പോകും. പക്ഷെ അതിലൊന്നും നോമ്പ് ഉൾപ്പെടുകയില്ല. അതിൻ്റെയൊക്കെ എത്രയോ മുകളിൽ പോകും.
അതിനും പുറമെ ചില പണ്ഡിതന്മാർ പറഞ്ഞ് മനുഷ്യന്മാർ ചെയ്യുന്ന തിന്മകൾ മറ്റുള്ളവരോട് ചെയ്താൽ അവരുടെ നന്മ എടുത്തു കൊടുക്കും, പക്ഷെ നോമ്പ് അതിന് ഒഴിവാണ് എന്നൊക്കെ ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് കാണാൻ കഴിയും. അപ്പം ഏതായാലും ശരി, നോമ്പിന്റെ ഗുണഗണങ്ങളെപ്പറ്റി ഞാനിപ്പോൾ അവിടെ വിശദീകരിക്കുന്നില്ല. അത് മുഴുവനും കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മളിപ്പോൾ ഏർപ്പെടുന്ന വേണം. നല്ല അവസരം ശരിക്ക് ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമാണ് ഒന്ന്, പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം, ഖുർആൻ പാരായണം ചെയ്യാന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. മുമ്പുള്ള ആൾക്കാർ അതിന് വലിയ മാതൃക കാണിച്ചു. അങ്ങോട്ടൊന്നും എത്തപ്പോൾ നമുക്ക് എന്തായാലും കഴിയില്ല. കാരണം ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇമാം മാലിക് എന്ത് ചെയ്യും, വേറെ എല്ലാ പണിയും ഒഴിവാക്കി വെറും ഖുർആനുമായിട്ടിരിക്കും. അത് ഓതുക, ചിന്തിക്കുക തന്നെയായിരുന്നു. അദ്ദേഹം മദീനയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ റൗള എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് ഹദീസ് ജനങ്ങളെ പഠിപ്പിക്കുന്ന ആളായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി വെക്കും. റമദാൻ ആയിക്കഴിഞ്ഞാൽ വെറും വിശുദ്ധ ഖുർആൻ. ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫി ഇവരൊക്കെ പറ്റി പറഞ്ഞു, രാത്രി അവര് ഖുർആൻ ഓതിത്തുറക്കുന്ന, രാത്രി ഖുർആൻ ഓതിത്തുറക്കും. അപ്പൊ വിശുദ്ധ ഖുർആനുമായി ഇങ്ങനെ മുമ്പുള്ള ആൾക്കാരുടെ ബന്ധം നോക്കിയാൽ നമ്മളെ അത്ഭുതപ്പെടുത്തും. അതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും എത്തൂലെങ്കിലും ഖുർആനുമായിട്ട് നമ്മുടെ ബന്ധം കൂട്ടണം. റമദാൻ അല്ലാത്ത സമയത്ത് നമ്മൾ ഒരു ജുസാണ് ഓതിയിരുന്നെങ്കിൽ അതിനേക്കാൾ കൂട്ടുക, ഇനി അതിനേക്കാൾ കുറവാണെങ്കിലോ റമദാനിൽ കൂട്ടുക, ബന്ധം കൂട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുക. ഫൈനഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലിഅസ്ഹാബിഹി, അത് ഓതുന്നവർക്ക് ശുപാർശകനായി അത് വരും. നമുക്ക് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് വരും. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ല, ഖുർആനിൽ നിന്നൊരക്ഷരം ഒരാൾ ഓതിയാൽ ഫലൗ ബി ഹസന, അവനതിന് നന്മയുണ്ട്. ഒരു നന്മ ചെയ്താൽ ബി അശ്രി അംസാലെ 10 ഇരട്ടി കൂലി കിട്ടും. ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്നത് ഒരക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. അലിഫ് ഒരക്ഷരമാണ്, ലാം മറ്റൊരക്ഷരമാണ്, മീം വേറൊരക്ഷരമാണ്. അപ്പൊ അലിഫ് ലാം മീം എന്നത് 3 അക്ഷരമാണ്. അപ്പൊ 3 നന്മകൾ, ഒരു നന്മക്ക് 10 ഇരട്ടി, ഏറ്റവും ചുരുങ്ങിയതാണ് ആ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ അൽ മാഹിറു ബിൽ ഖുർആൻ, ഖുർആനെ നന്നായി ഓതുന്നവർ, ബൽ കിറാം അൽ ബററ, മലക്കുകളുടെ കൂടെ, പുണ്യവാളന്മാരുടെ കൂടെ ആയിരിക്കും സ്വർഗത്തിൽ. വല്ലതി യഖ്റഉഹു വയതതഅതഉ ഫി, എന്ന നന്നായി ഓതാൻ കഴിയാ തപ്പിപ്പിടിച്ച് ഓതുന്നവർ. ഓഹു അലൈഷാഖ്, അവൻ ഓതാൻ ബുദ്ധിമുട്ടുണ്ട്, ശരിക്കൊന്നും അറിയില്ലായിരിക്കും, എന്നാലും ഫലു അജറാനി, അവന് 2 പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യക്കും യുഹിബ്ബു അൻ യഗ്ദു കുല്ല യൗം ഇലാ ബുത്ഹാൻ, മദീന അടുത്തുള്ള ഒരു സ്ഥലമാണ്, ഒരു ഉയർന്ന സ്ഥലം ബുത്ഹാൻ, തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ പോയി 2 ഒട്ടകം, എല്ലാം ഒത്തിണങ്ങിയ 2 ഒട്ടകത്തെ വെറുതെ കിട്ടുന്ന ആർക്കാ ഇഷ്ടം എന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. ഈ പൈസ കുറച്ച് കൊടുത്ത് കിട്ടുക തന്നെ വളരെ എല്ലാം ഒത്തിണങ്ങിയ ലക്ഷണമൊത്ത ഒട്ടകം കിട്ടുക വലിയ സന്തോഷമുള്ള കാര്യമാണ് ഓൽക്കാൻ. എന്നാൽ നിങ്ങൾ പള്ളിയിൽ വരിക 2 ആയത്ത് അതിലെ 2 ആയത്ത് 2 ഒട്ടകം കിട്ടുന്നേക്കാൾ നല്ലത് 3 ആണെങ്കിൽ 3 ഒട്ടകത്തേക്കാൾ, എത്രയാണോ ആയത്ത് തോന്നുന്നത്. അപ്പോൾ പള്ളിയിൽ വരിക, നിസ്കാരത്തിനെ കുറച്ച് നേരത്തെ വരിക, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ഈ നിയ്യത്തോടു കൂടി. ഇതൊക്കെ വലിയ കാര്യമാണ് വിശുദ്ധ ഖുർആനെ. അപ്പോൾ റമദാൻ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ഖുർആനായിട്ടുള്ള ഈ ബന്ധം എന്ന് പറയുന്നത്. ഇതുപോലെ ഹിഫ്ളാക്കാൻ കുറേ ഓതേണ്ടി വരും, ഹിഫ്ളാക്കാൻ ഒരുപാട് ഓതേണ്ടി വരും. അപ്പോൾ ഓരോ ഓത്തിനും ഓരോ അക്ഷരങ്ങൾ കൂലി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഹിഫ്ളാക്കിയ വേറെ ഒരുപാട് ഗുണമുണ്ട്. നിസ്കാരത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ ഓതാം. മറ്റേ ഓതിയ തന്നെ എമ്മന്റെ താഴെയുള്ള ഏതോ ചെറിയ ചെറിയ സൂറത്ത് തന്നെ ഓട്ടോമാറ്റിക്കായി മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നൊക്കെ ഒന്ന് മാറും. നിസ്കാരത്തിലൊരു ഉഷാറ് കിട്ടും, പുതിയ അധ്യായങ്ങൾ നമ്മളിങ്ങനെ ഓതുമ്പോൾ. അപ്പൊ ഈ ഖുർആൻ ഹിഫ്ളാക്കിയാൽ അത് നാളെ പരലോകത്ത് ഇഖ്റ, അവനോട് പറയും ഖുർആൻ ഓതിക്കോളൂ, വർത്തക്കി, മുകളിലേക്ക് കയറിപ്പോയിക്കോളൂ, സ്വർഗത്തിലെ പദവികൾ ഇങ്ങനെ വർദ്ധിക്കും. എന്നിട്ട് എവിടെയാണ് നമ്മൾ കാണാൻ പഠിച്ച ആയത്ത് അവസാനിക്കുന്നത്, അവിടെയാണ് സ്വർഗത്തിലെ സ്ഥാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നല്ലൊരു തുടക്കമായ റമദാനിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സാന്ദർഭികമായി ഇതൊക്കെ സൂചിപ്പിച്ചത്. പിന്നെ വിശുദ്ധ ഖുർആൻ എന്തിനാണ്? മാലോർക്ക് ഹുദയാണ്, സന്മാർഗമാണ്, അസത്യ വിവേചനമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അത് ഖുർആനിലുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തദബ്ബുർ എന്ന് പറഞ്ഞാൽ ഖുർആനെ പറ്റി ചിന്തിക്കുക എന്ന് പറയുന്നത്.
അതിനുവേണ്ടി ഇറക്കപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, ഈ ഗ്രന്ഥം താങ്കൾക്ക് നമ്മൾ ഇറക്കിയത് അനുഗ്രഹീതമാണ്. ലിയദ്ദബ്ബറു ആയാതി, അതിലെ ആയത്തുകളെ പറ്റി അവർ ചിന്തിക്കണം. ഖുർആൻ പഠിക്കാത്തതാണ് ഈ ഉമ്മത്തിന്റെ പ്രശ്നം തന്നെ. എന്തുകൊണ്ടാണ് ഒരുപാട് വ്യതിചലനങ്ങളുടെ ജനങ്ങൾ സഞ്ചരിക്കുന്നത്? ഒരു ഖുർആനിലാഞ്ഞിട്ടല്ല, എന്താ ഖുർആൻ പറയണമെന്ന് അവർക്ക് അറിയില്ല. എന്താണ് ആ ഖുർആനിലതെന്ന് അറിയണമല്ലോ, അത് പഠിക്കണം, വായിക്കണം, അതിനെപ്പറ്റി ചിന്തിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനെ പറ്റിയുള്ള ആ ചിന്തയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില പണ്ഡിതന്മാർ ഒന്ന് രണ്ട് വാചകങ്ങളാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ലൗ തഹുറത് ഖുലൂബുന, നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ, നമ്മുടെ ഹൃദയം നല്ലതാണെങ്കിൽ, ശുദ്ധമാണെങ്കിൽ, മാ ശബിയത് മിൻ കലാമി റബ്ബിന, നമ്മുടെ റബ്ബിന്റെ കലാം എത്ര ഓതിയാലും നമുക്ക് വയറു നിറയൂല എന്ന് പറഞ്ഞാൽ പൂതി തീരൂല. ഖുർആൻ ഓതിയാൽ പിന്നെ അത് വല്ലാത്തൊരു അവസ്ഥയായിരിക്കും, അവർക്ക് വല്ലാത്തൊരു ആനന്ദം ഉണ്ടാവും. കാരണം പരിശുദ്ധ ഖുർആൻ പറയണ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണല്ലോ ഖുർആൻ. അല്ലാതെ ആർക്കും അതുണ്ടാവുമോ? ഖുർആൻ എന്തിനാ അള്ളാഹ് ഇറക്കി ആർക്കും മനസ്സിലാവാതിരിക്കാനാണ് എന്ന് ലോകത്ത് ആരും പറയില്ല. അത് നമുക്ക് വേണ്ടി, മാലോകർക്ക് വേണ്ടി, അവർ മനസ്സിലാക്കാൻ വേണ്ടി ഇറക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അത് പഠിക്കാനുള്ള ശ്രമം നടത്തണം. ചില പണ്ഡിതന്മാർ, ഇമാം തമീമുദ്ദാരി എന്ന സഹാബി, ചില ആയത്തുകളൊക്കെ ഓതുമ്പോൾ അവിടെ അങ്ങനെ നിൽക്കും, ആവർത്തിച്ചോതും. പലരും ഉണ്ട് അങ്ങനെ. ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ പറ്റി പറയണം. അദ്ദേഹം ഈ ആയത്ത് ഹസിബല്ലദീന ജിത്തറഹു സയ്യാതി, തിന്മകൾ ചെയ്തവർ വിചാരിക്കുന്നുണ്ടോ, അന്നജിയാലഹും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി, അവരെ നമ്മൾ വിശ്വസിച്ചവരെ പോലെ, സൽക്കർമ്മങ്ങൾ ചെയ്തവരെ പോലെ ആക്കുമെന്ന്. ചില ആൾക്കാർ നന്നായി ജീവിക്കുന്നു, ദീന് പറഞ്ഞ അനുസരിച്ച് ജീവിക്കുന്നു, വേറെ ആൾക്കാർ പിന്തിരിഞ്ഞ് ജീവിക്കുക. അത് രണ്ടും തുല്യമാകും എന്നവർ വിചാരിക്കുന്നുണ്ടോ എന്ന ഖുർആന്റെ ചോദ്യം. ഒരിക്കലും ഒന്നാവില്ല. നന്നായി ജീവിച്ചവർ അവരൊരുപാട് മുകളിലായിരിക്കും. ഈ ആയത്ത് അദ്ദേഹം ആവർത്തിച്ച് ഒരു രാത്രി മുഴുവനും നേരം വെളുക്കുന്നത് വരെ ഓതി എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വർഷങ്ങളോളം എടുത്തിട്ടാണ് സൂറത്ത് ബഖറ കാണാതെ പഠിച്ചത്. അത് പെട്ടെന്ന് കാണാൻ പഠിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, അതിൽ ഓരോന്ന് ചിന്തിച്ച് പഠിച്ച് ജീവിതത്തിൽ പകർത്തി പോകുന്നതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പറ്റി പറഞ്ഞു, ഖുൽ ഇന്നമാ അഅ്ളുക്കും ബിവാഹിദ എന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വചനമുണ്ട് സൂറത്ത് സബയിൽ. എന്താ പറയുക പ്രവാചകരെ, ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം ഉപദേശിക്കുന്നു. എന്താ ഒരു കാര്യം? അൻ തഖൂമു ലില്ലാഹി മസ്ന വഫുറാദ, നിങ്ങൾ ഒന്നുകിൽ ഒറ്റക്ക് അല്ലെ രണ്ടാളൊന്ന് മാറിയിരുന്നിട്ട് എന്ത് ചെയ്യണം? സുമ്മ തതഫക്കറു, പിന്നെ ചിന്തിക്കും. ഇത് നബിനെ പറ്റി ചിന്തിക്കാനാ പറയണേ. ഈ നബി സത്യനബിയാണെന്നപ്പോൾ ബോധ്യമാകും. നമുക്ക് ബോധ്യമായിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏതായാലും ആയത്തോതി ഒരുപാട് ചിന്തിക്കും ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നാ പറയുന്നത്. ഇങ്ങനെ നമുക്ക് നബിയെപ്പറ്റി ചിന്തിക്കാനുണ്ട്, ആയത്തുകളെപ്പറ്റി ചിന്തിക്കാനുണ്ട്, ഹദീസുകളെപ്പറ്റി ചിന്തിക്കാനുണ്ട്. ഇത് വലിയ ഇബാദത്താണ് ചിന്ത എന്ന് പറയണത്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖൂദൻ, നിന്നിട്ടും ഇരുന്നിട്ടും അല്ലാഹുവിനെ ഓർക്കുന്നവർ. വയതഫക്കറൂന, അവർ ചിന്തിക്കുന്നു. ഫീ ഖൽഖി സമാവാതി വൽ അർദ്, നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു ലോകത്തെ പറ്റിയാണ് പറഞ്ഞത്. ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നവർ. എന്നിട്ട് അവരിങ്ങനെ പറയും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും നീ വൃഥാ സൃഷ്ടിച്ചതല്ല, അതുകൊണ്ട് ഫഖിനാദാബന്ന, നരകത്തിൽ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ. അപ്പോൾ ചിന്ത എന്ന വലിയ ഇബാദത്ത് ചെയ്തിട്ട് അത് വസീലയാക്കിയിട്ട് നരകമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണവര്. അപ്പോൾ നമ്മൾ ഖുർആന്റെ ആളാവണം, ശുദ്ധ ഖുർആൻ. റമദാനെ വേണ്ട വിധം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ടല്ലോ. അതിൽ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് പരിശുദ്ധ ഖുർആന് നമ്മുടെ സമയത്തിന്റെ നല്ല ഒരു ഭാഗം നമ്മൾ കൊടുക്കുക എന്നത്. അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ അവർക്കൊരു പേരുണ്ട്. എന്താണത്? ഒരു ഹദീസിൽ ഇന്നലില്ലാഹി അഹ്ലീൻ, അള്ളാഹ് ചില പ്രത്യേകക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അള്ളാഹിന്റെ ആൾക്കാർ. അങ്ങനെ ഒരു ആൾക്കാരുണ്ടാറ് വലിയൊരു കാര്യമല്ലേ, അള്ളാഹിന്റെ ആൾക്കാർ. അതാ ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹ് ചില പ്രത്യേകക്കാരുണ്ട്. ഖാലു, സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻഹും, ആരാണ് അവര്? അള്ളാഹിന്റെ സ്വന്തക്കാരെന്ന് പറയുന്നത്. ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആന്റെ ആൾക്കാരാണ്. അഹ്ലുല്ലാഹ് വഖാസത്തു, അവർ അള്ളാന്റെ ആൾക്കാർ, അള്ളാന്റെ പ്രത്യേകക്കാരാണ്. അപ്പൊ ഇങ്ങനെ ആവണം. അത് ഈ ഖുർആനുമായുള്ള ബന്ധം ശക്തമാക്കണം.
അപ്പം അത് നമ്മുടെ മനസ്സിൽ വേണം. ഈ മാസം അതിൻ്റെ മാസമാണ്. അതിങ്ങനെ പറഞ്ഞു നടന്നാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ അത് വേണം. ഇത് ഖുർആന്റെ മാസമാണെന്ന് നമ്മൾ ജീവിതത്തിൽ തെളിയിക്കണം. ഖുർആനുമായി ബന്ധം ശക്തമാക്കുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യാൻ. പരിശുദ്ധ ഖുർആന്റെ ചിന്തയും പഠനവുമായി ബന്ധപ്പെട്ടപ്പോൾ സാന്ദർഭികമായി പറയാൻ തോന്നിയൊരു വിഷയമാണ്. നമുക്കിന്ന് പഠിക്കാൻ പല അവസരങ്ങളുണ്ട്. അത് ഓൺലൈനിലാണെങ്കിലും അല്ലാതെയൊക്കെ പല രൂപത്തിലുള്ള അവസരമുണ്ട്. കുറച്ച് സമയം, 1 മണിക്കൂറെങ്കിലൊക്കെ അതിനൊക്കെ നീക്കി വെച്ചാൽ അതൊരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടമായിരിക്കും. സാന്ദർഭികമായി പറയാം, ഈ മാർച്ച് 8 ഒരു ഓൺലൈനായൊരു ഖുർആൻ വിജ്ഞാന പരീക്ഷ നമ്മുടെ യുവാക്കൾ നടത്തുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ നടത്തുന്നൊരു കാര്യമാണ്. ഓൺലൈനായിട്ട് ആർക്കും പങ്കെടുക്കാൻ പറ്റും. അതിൽ 3 സൂറത്തേ ഉള്ളൂ. ഇതിൽ സൂറത്ത് സജദ, സൂറത്ത് അഹ്സാബ്, സൂറത്ത് സബ. അമാനിമ അവരിവിടെ തഫ്സീർ വായിക്കുക എന്നല്ല. അപ്പോൾ അതിലുള്ള ചോദ്യം, ഈ പരീക്ഷയൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഒരു ആവേശം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, വായിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വെച്ച് അവർക്കതൊരു പ്രേരണയായി പിന്നെ ഖുർആനും സുന്നത്തൊക്കെ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇവരെയും രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ പ്രവർത്തകരെ കണ്ടാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സമയമുണ്ട്. മാർച്ച് 8 വായിക്കാൻ സമയമുണ്ട്. 3 അധ്യായമുള്ളൂ. മറ്റൊരു അറിയിപ്പ്, നമ്മൾ ഹജ്ജിന് പോകുന്ന വ്യക്തികൾ നമുക്കറിയുമെങ്കിൽ പരിസരത്തൊക്കെ ഉണ്ടാകും. അവർക്കൊരു ക്ലാസ് ഉണ്ട്, ഹജ്ജുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ്. ഈ 28-ാം തീയതി, ഈ മാസം 28 ശനിയാഴ്ച പാണ്ടിക്കാട് വെച്ചിട്ടാണ്. അപ്പോൾ ആരൊക്കെയാണ് ഹജ്ജിന് പോകുന്നത് അവരെ അറിയുമെങ്കിൽ അവരെ അറിയിക്കുന്നത് വലിയ സേവനമായിരിക്കും. അവരെ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാണ്ട് കുറേ പൈസ ചെലവഴിച്ചിട്ട് ശിർക്കൻ വിശ്വാസങ്ങളുമായിട്ട് പോണ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവരെ ഹജ്ജ് മഖബൂലും മബ്റൂറും ആവാനുള്ള വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പഠന പരിപാടിയാണത്. അപ്പോൾ അതിലേക്ക് ആൾക്കാരെ എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എവിടെയുള്ളതെങ്കിൽ അങ്ങനെ ഈ 28-ാം തീയതി അവിടെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് പറയുന്നത്. മറ്റൊരു നമ്മുടെ സ്വപ്ന പദ്ധതിയായ വിസ്ഡം ഹൗസ്, മാഷാ അല്ലാഹ്, തകൃതിയായി കോഴിക്കോട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ആവശ്യമുള്ളതാണ്. ആൾക്കാരും കണ്ടമാനം അതിന് കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. ഇനിയും അതിന് വാക്ക് കൊടുത്തവർ എന്ത് ചെയ്യണം, ഈ റമദാനിൽ അത് പിന്നെ എന്ത് ചെയ്യാം, ആ ഓഫർ കൊടുത്തവർ ഈ റമദാനിൽ തന്നെ അത് കൊടുത്തു കിട്ടാൻ നല്ലതാണ്. അതിൽ ഇനിയും കൊടുക്കാതെ ഉണ്ടെങ്കിൽ നല്ലൊരു പദ്ധതിയാണ്. നമ്മൾ കൊടുത്തിട്ടില്ല, അത് നടക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണല്ലോ. പക്ഷെ അങ്ങനെ നല്ല പദ്ധതികൾ എൻ്റെ വക ഒന്നും ഇല്ലാതിരിക്കണം, മോശമാണ് നമുക്ക് തോന്നണം. അത്തരം ആൾക്കാർ അത് ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ വൈജ്ഞാനിക കേന്ദ്രമായ ജാമിയത്തുൽ ഹിന്ദ്, എത്രയോ പണ്ഡിതന്മാരെ പുറത്ത് വാർത്തെടുത്ത വലിയൊരു സ്ഥാപനമാണത്. അൽഹംദുലില്ലാ, അവരുടെ ദഅവത്ത് കേരളത്തിലും കേരളത്തിന് പുറത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പലരും കണ്ടമാനം ചെയ്യുന്ന റമദാനിലെ പിരിവ് തന്നെയാണ് കാര്യമായി അതിനുണ്ടാവല്. ആൾക്കാർ അകമഴിഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഈ മാസത്തിൽ റമദാൻ മാസത്തെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ജിബ്രീൽ വന്ന് ഖുർആൻ ഒത്തുനോക്കും. 2 കാര്യമാണ് അവിടെ ചെയ്തത്. ജിബ്രീൽ ഖുർആൻ ഒത്തുനോക്കും, അതുവരെ ഇറങ്ങിയതൊക്കെ നോക്കും, അങ്ങനെ തന്നെയാണോ, ക്രമത്തിൽ പ്രശ്നമുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കും. അപ്പോൾ ആ റമദാനില് ജിബ്രീൽ വന്നാൽ പിന്നെ നബി ഖാൻ അജ്വദന്ന, ജനങ്ങളിൽ അല്ലെങ്കിൽ തന്നെ നബി ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന ആളാണ്. എന്നാൽ റമദാനാണ് ഈ അടിച്ചു വീശുന്ന കാറ്റിനേക്കാളായിരിക്കുന്നു. അപ്പോൾ റമദാനെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് റമദാനിൽ ദാനം ചെയ്യാനുള്ളത്. നമ്മളൊക്കെ തീരുമാനം, റമദാനിൽ എത്ര സംഭാവന ചെയ്യുന്ന ആദ്യമേ മുൻകൂട്ടി നെയ്യത്ത് വെക്കണം. അത് നമുക്ക് വേണ്ടിയാണ്, വേറെ ആർക്കുമല്ല, നമുക്ക് വേണ്ടി. നമ്മൾ മക്കൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും. നമ്മൾ മരിച്ചാൽ അതൊന്നും നമ്മളതല്ല, നമുക്ക് വേണ്ടി എന്നുള്ളതേ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ഖബറിലേക്ക് നല്ലത് ചെയ്യുക. ഇവിടെ നിലനിൽക്കുന്ന പലതും ഇങ്ങനെ നമ്മളുടെയും വിയർപ്പിൻ്റെ ഒരു ഭാഗം അതിലുണ്ടെങ്കിൽ
അത് മരിച്ചതിന് ശേഷം അത് തണലായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് കുറച്ചൊക്കെ സ്വന്തം കാര്യം നോക്കുക എന്നാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ വർക്കിംഗ് ഫണ്ടൊക്കെ ഈ മാസം തന്നെയാണ് അതിക്കൊക്കെ കളക്ഷൻ സ്വീകരിക്കാറുള്ളത്. പിന്നെ നമ്മുടെ പള്ളി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബാത്റൂം വളരെ ഉഷാറായിട്ട് അതിന് ഒരുപാട് പൈസ 7 ലക്ഷത്തോളമൊക്കെ ആയി എന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. മാഷാ അല്ലാഹ് പലരും പ്രതീക്ഷിക്കാതെ തന്നെ പലരും പൈസ കൊടുക്കുന്നുണ്ട്. 15,000 25,000 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിക്കുള്ള നമ്മുടെ പള്ളിന്റെ ഏറ്റവും പ്രധാനം നമ്മൾ തന്നെ നോക്കേണ്ടത്. ഇനിയും ഒരു ഏകദേശം 15ന്റെ അടുത്തൊക്കെ ചെലവ് വരും അതിന്. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യണം? അത് ശ്രദ്ധിക്കണം. അവരുടെ മനസ്സിലത് വേണം, അത് ഉഷാറാക്കണം. ഇങ്ങനെയുള്ള ഒട്ടേറെ നല്ല കാര്യങ്ങൾ ഈ റമദാനിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അവനവന് കഴിയുന്ന രൂപത്തിൽ ചെയ്താൽ മതി. എന്നാൽ തന്നെ വലിയ വലിയ പദ്ധതികളുണ്ടാവും. പക്ഷെ നമുക്ക് ദീനീ രംഗത്ത് അത് ചെലവഴിക്കുന്നതിൻ്റെ പ്രാധാന്യം ചിലർക്കെങ്കിലും അറിയാത്തവരുണ്ട്. അവർ മരിക്കുന്ന സമയത്തായിരിക്കും അഖർത്തനി എന്ന് പറഞ്ഞിട്ട് ഇന്നെ കുറച്ചും കൂടി വിട്ടാൽ ഞാൻ ചെലവഴിക്കും എന്നൊക്കെ പറഞ്ഞ് പിന്നെ വിലപിക്കും. അതൊരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ സമയം ഇപ്പോഴാണ് സമയം. മരിക്കുന്നതിൻ്റെ മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. ഈ പരിശുദ്ധ റമദാനിൽ എന്തൊക്കെ ഗുണങ്ങളെല്ലാം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനിയും റമദാനുകൾ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മയെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد.